ഹായ്, അങ്ങനെ ക്രിസ്പി ആകാതെ ഫെയിലായി പോയ ഒരു പരീക്ഷണ കഥയുടെ ഫൈനലാണിത്. സനാമയ്ക്ക് ഭയങ്കര ആഗ്രഹം കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കി കഴിക്കണമെന്ന്. അതിനാള് തന്നെ മുൻകൈ എടുത്തു. കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ആള് തന്നെ അത് വെട്ടി നുറുക്കി കഴുകി വാരി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് പുഴുങ്ങി നല്ല സെറ്റാക്കി എടുത്തു. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് റെസിപ്പിയൊക്കെ ആള് തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. അരിപ്പൊടിയും മൈദപ്പൊടിയും പെരിഞ്ചീരകപ്പൊടി, മുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ടൊമാറ്റോ കച്ചപ്പ്, അങ്ങനെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പും വെള്ളവും ഒഴിച്ച് കലക്കി സെറ്റാക്കി എടുത്ത്. പാച്ചപ്പനാണ് ആളുടെ സഹായിയായിട്ട് ഇന്ന് ഇതിൽ കൂടിയിരിക്കുന്നത്. ഇവിടെ എവിടെയോ ഞങ്ങൾക്കൊന്ന് ഫെയിലായി പോയി. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് പറയണേ. പിന്നീട് അങ്ങോട്ടുള്ള കളികളൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. കാരണം ഇത് വറുത്ത് കോരുന്നത് ഒരു ചടങ്ങാണല്ലോ. പിന്നെ ചട്ടി വെച്ച് മൂട്ടിൽ തീയും കൊളുത്തി സൺഫ്ലവറിന്റെ മൂലയും പൊട്ടിച്ച് ചട്ടിയിലേക്ക് ഒറ്റ തട്ട്. തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിനെ വാരി ഒറ്റയിടില്ല. ആഹാ, എന്ത് മനോഹരം! തിളച്ചു പൊങ്ങുന്ന കാഴ്ച കാണാൻ എന്താ ഒരു ഭംഗിയല്ലേ. ഇനി ഇവനെ പരുവത്തിനനുസരിച്ച് സെറ്റാക്കി എടുക്കണം. അതിന് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് ഞാനൊരു പരുവമായി. എന്തായാലും വേണ്ടവില്ല, സംഗതി എവിടെയാണ് ഫോൾട്ട് പറ്റിയത് എന്നറിയത്തില്ല. എങ്കിലും സംഗതി ആദ്യത്തെ ഒരു റൗണ്ട് കോരിയെടുത്തു. പിന്നെ കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തു നോക്കി. സംഭവം രണ്ട് രീതിയിലായിട്ടും ടേസ്റ്റിന് മറ്റു വ്യത്യാസമൊന്നും വന്നില്ലെങ്കിലും എവിടെയോ എന്തൊക്കെയോ പോരാഴികൾ സംഭവിച്ചിട്ടുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അടുത്ത തവണ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാമല്ലോ. എന്തായാലും ഈ പരീക്ഷണങ്ങളൊന്നും ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ആള് ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. ദാസ് സ്വരമോള് കണ്ടില്ലേ, എന്ത് ഹാപ്പിയാണ്. ആളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്തെങ്കിലും ആള് ഇതിനൊന്നും കൂടിയില്ല കേട്ടോ. ആൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ചപ്പോ സംഗതി അങ്ങോട്ട് കുശാലാക്കി കിട്ടി. ഹാപ്പി ലൈഫ്.